ഹലോ ഗായ്സ്, ഞാൻ ആര്യ. നെസ്റ്റ് ഓഫ് രുദ്രു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ട് തനി നാടനും നല്ല മധുരമേറിയതും എന്നാൽ നമുക്ക് കേക്ക് പോലെ നല്ല കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഉപയോഗിക്കാം. ഇതിനായിട്ട് ഞാൻ 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മൾ മാവിലേക്കിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ മാവിനെ ഏത്തപ്പഴം പുഴുങ്ങിയത് മാത്രം ഇട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിതിൽ ഒരു ഏത്തപ്പഴം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി കുഴയ്ക്കാനായിട്ട് ഞാൻ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഏത്തപ്പഴം കൊണ്ട് കുഴച്ച് വന്നപ്പോഴത്തേക്കും ഈ പരുവായതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ബാക്കി ഞാൻ വെള്ളം തിളച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. നമുക്കിതിനെ ഇലയിൽ പരത്തിയെടുക്കാനാണ്. അതുകൊണ്ട് ഇത്തിരി വെള്ളം നനവ് കൂടുതൽ വേണം. അതായത് നമ്മളിതിൽ തൊട്ടാൽ നമ്മുടെ കയ്യിൽ അത് പറ്റണം. ആ രീതിയിലാണ് നമ്മളതിനെ കുഴച്ചെടുക്കുന്നത്. അല്ലാതെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പരുവത്തിൽ ആയിപ്പോവരുത് കേട്ടോ. മാവിനെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനേക്ക് വേണ്ടിയുള്ള ശർക്കരപ്പാനി തയ്യാറാക്കണം. അത് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ. നിങ്ങൾ മധുരത്തിനനുസരിച്ച് ശർക്കര എടുക്കണം. ശർക്കര എടുത്ത് അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഞാനത് വേഗം ഒന്ന് ശർക്കരപ്പാനിയാക്കി എടുക്കാൻ പോവാണ്. നന്നായിട്ട് ശർക്കരപ്പാനി വരുന്ന സമയത്തിന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന സമയത്ത് നമുക്കിതിനെ അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിരകി വെച്ച തേങ്ങയെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് വെള്ള ശർക്കരയാണ്. അതുകൊണ്ടാണ് ഇതൊരു കളർ നമുക്ക് തോന്നിക്കാത്തത്. നിങ്ങൾ കറുത്ത ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു മിക്സ് ചെയ്തത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ മധുരത്തിനായുള്ളവയും തയ്യാറാക്കി മാറ്റി വെച്ചു. ഇനി നമ്മൾ 2 ഇല വട്ടത്തിൽ കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച നമ്മുടെ മാവിനെ 2 ഭാഗങ്ങളാക്കി മാറ്റാം. 2 ഭാഗങ്ങളാക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നതിൽ ഒരു ഇല എടുത്ത് അതിലേക്ക് അല്പം നെയ്യോ എണ്ണയോ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഭാഗങ്ങളാക്കി മാറ്റി വെച്ചതിൽ ഒരു ഭാഗം മാവ് നമുക്കിതിലേക്ക് പരത്തി കൊടുക്കാവുന്നതാണ്. പരത്തി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ കൈവെള്ളയിൽ അല്പം എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ തൊട്ടിട്ട് പരത്തി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് അത് തിരിച്ചു പറ്റത്തില്ല. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മളുടെ ശർക്കരയും തേങ്ങയും ചേർത്തിട്ടുള്ള മിക്സ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മളിതിൽ മധുരം നന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക എല്ലാ ഭാഗവും. അപ്പോൾ നമ്മളിതിൽ മധുരവും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇല എടുത്ത് അതിലും നമ്മൾ നേരത്തെ പുരട്ടിയതുപോലെ തന്നെ കുറച്ച് എണ്ണയും പുരട്ടിയിട്ട് നമുക്ക് മാവ് പരത്തി കൊടുക്കാവുന്നതാണ്. മാവ് നന്നായി പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മാവും മധുരത്തിൻ്റെയും പുറത്തായിട്ട് നമുക്കിത് കമഴ്ത്തി കൊടുക്കണം. കമഴ്ത്തി കൊടുത്തിട്ട് നമുക്ക് ആ ഇല ഇങ്ങ് എടുത്തു മാറ്റിയിട്ട് നമുക്ക് നമ്മൾ താഴെ വെച്ച പരത്തിയ മാവിൻ്റെയും അതുപോലെ മുകളിൽ വെച്ച പരത്തിയ മാവിൻ്റെയും അറ്റങ്ങൾ തമ്മിൽ നമുക്കിത് ഈ കാണുന്ന പോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ചുറ്റും എല്ലാം ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ മാറ്റിയ നമ്മുടെ ഇല ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി കുട്ടുവത്തിലേക്ക് മാറ്റിയിട്ട് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിനൊരു ചട്ടവും കൊണ്ടാണ് എടുത്ത് മാറ്റിയത് പ്ലേറ്റിലേക്ക്. ഇനി നമുക്ക് ഇലയൊന്ന് മാറ്റി നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമുക്കിതൊരു കേക്ക് പോലെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോയും എൻ്റെ ചാനലിലെ മറ്റു വീഡിയോസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി ഒന്ന് ഓർത്തേക്കണേ. പിന്നെ ഈ വീഡിയോ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുകയും വേണേ.